മോഡി സർക്കാരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിലാളി ദ്രോഹ നടപടികളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി ദ്രോഹ നടപടി എന്ന് പറയുന്നത് താൽക്കാലിക അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ നിയമിക്കുന്ന ജോലിക്കാരെന്നുള്ള ഉദ്ദേശത്തോടുകൂടി താൽക്കാലികമായി ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് പെർമനന്റായിട്ടുള്ള ജോലിക്കാരെ ഒഴിവാക്കുന്ന സമീപനത്തിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ കുത്തക മുതലാളിമാരെയും അതുപോലെയുള്ള ആളുകളെ സഹായിക്കുവാൻ അവിടെ രജിസ്ട്രേഷൻ അപേക്ഷ കൊടുത്താൽ പോലും അത് കൃത്യമായി ആ അപേക്ഷകൾ സ്വീകരിക്കുവാനോ രജിസ്ട്രേഷൻ നടപടികൾ സ്വീകരിക്കുവാനോ തയ്യാറാവുന്നില്ല. നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയും ഫെഡറലിസവും അതോടൊപ്പം തന്നെ സംസ്കാരവും തകർക്കുന്ന നടപടികളുമായി ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. വർഗീയത എങ്ങനെ ആളിക്കത്തിക്കാമുള്ള നടപടികളിലേക്ക് പോകുന്നു. ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ ചെയ്തതുപോലെ തൊഴിലാളികളെ വന്ധീകരിച്ചുകൊണ്ട് ഏകാധിപത്യ ഭരണത്തിലേക്ക് നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ അത് ഈ നാട്ടിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് വളരെ ശക്തമായി പറഞ്ഞുകൊണ്ടാണ് ഈ രാജ്യത്തുടനീളം തൊഴിലാളികളുടെ ഒരു ഐക്യനില അത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത്.